എടി ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫാക്ക്. വെള്ളം നിറഞ്ഞു കളയുന്ന നീ കേട്ടില്ലേ? ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇത്തിരി ഇരുട്ടണ്ട. യവന്മാർക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ. ഇവനൊക്കെ പൈസ കൊടുത്തല്ലേ ഇതൊക്കെ ചെയ്യണത്. ഒരു കല്യാണ വീട് കിടക്കണ കിടപ്പ് കണ്ട. പ്രസാദേ, ആ ലൈറ്റ് ഒന്നും ഇടറാ. കത്തിയാ? ഇല്ലടാ. ഇപ്പൊ കത്തിയാ? ഇല്ലടാ മൈരേ, നിനക്ക് കണ്ടുകൂടി. ആ കത്തി കൊള്ളാം. നീങ്ങ വാ. പ്രസാദേ, ഇരുട്ടാ നോക്കിയിരിക്കുകയാണ് ലൈറ്റ് ഓഫ് ചെയ്യാൻ. ആ പയ്യനും പെണ്ണൊന്ന് മണിയറയിൽ കയറിക്കോട്ടെ, എന്നിട്ട് ഓഫ് ചെയ്താ പോരേടേ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ വടക്കുവശത്ത് ലൈറ്റ് ഓഫ് ചെയ്തോ. മുള്ളാൻ പോകാനായിരിക്കും. അല്ലടാ പിള്ളേരെ, നിങ്ങൾ രാവിലെ തൊട്ട് കിടന്ന് കഷ്ടപ്പെടണല്ലേ. ചെറുതൊന്ന് അടിക്കണമെങ്കിൽ മാമൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എൻ്റെ പിള്ളേരെ കല്യാണമാണ്, ഒന്നിനും ഒരു കുറവും വരല്ലേ. അവന്മാരെ കയ്യിലെ നല്ല ചൂട സാധനമുണ്ട്. കടുപ്പ് ഇത്ര മതിയോ എന്തോ. അല്ല ചേച്ചി, അവന് 28 വയസ്സായപ്പോൾ ജോലി ആയല്ലേ, പിന്നെ എന്താ ഇത്രയും താമസിച്ചേ? ജോലി ആയതൊക്കെ ഉള്ളത് തന്നെ. പക്ഷെ എൻ്റെ ഇറങ്ങും കൊച്ചിലെ മുതൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നല്ലേ. അപ്പൊ അതുപോലെ ഇതൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെയും കിട്ടണ്ടേ. അപ്പൊ സമയമെടുക്കും. ചേച്ചി, അവൻ ഇപ്പൊ എത്ര വയസ്സായി? 37. പക്ഷെ അവരോട് 35 പറഞ്ഞേക്കണേ. കണ്ടാലും അത്രയല്ലേ പറയൂ. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, മുട്ടിട്ടുവല്ലോ. മോനെ, കട്ടനമ്മ കറുക്കും. വെളുക്കാല പാല് ഞാൻ മോളുടെ കൊടുത്തേക്കാം കേട്ടാ. എടാ ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ടിടാ. റിസപ്ഷന്റെ കുറച്ച് പായസം എടുപ്പുണ്ട്, എടുക്കട്ടാ. അടയാണോ? അല്ല, പാൽപ്പായസം വേണ്ട, പിരി. എവിടെ ഇത്? മാമ, മക്കളെ, നീ കൊണ്ടുവന്നാടാ. പാവം എൻ്റെ പിള്ള. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്തരം ദൂരം ഇല്ലായിരുന്നില്ല. ഞാൻ പറഞ്ഞതിന് മുമ്പ് മരടി തുടങ്ങി. എന്നാ കാരണമല്ല ഒഴിമക്കളെ ഒരു 60. ഇപ്പോഴേ ഓവറല്ലേ മാമ? ചുപ്. ഇന്നെൻ്റെ ചെറുക്കൻ്റെ കല്യാണമാണ്, നോ ലിമിറ്റ്. എന്ത് മാമ സുനിക്ക് ഇതുവരെ കണ്ട ഒരു പെണ്ണെ ഇഷ്ടപ്പെടാത്തത്? ആര് പറഞ്ഞവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന്? ഇവനെല്ലാവരും ഇഷ്ടപ്പെടും. അതിപ്പോൾ ജൗളിക്കടയിലെ ബൊമ്മയായാലും ഇവൻ ഇഷ്ടം തന്നെയാണ്. അവർക്കൊക്കെ ഈ പ്ലാങ്ങാത്തലേനെ ഇഷ്ടപ്പെടണ്ടേ. അപ്പൊ ഇപ്പോഴത്തതോ? അതാരോടും പറയണ്ട മക്കളെ. ഇവനെന്തോ കുന്ത്രാണ്ടോണ്ട് ഫോണേല്, അതും മേല് ഫോട്ടോയിൽ മുടി വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതൊക്കെ കാണിച്ചില്ലേ ഈ പെണ്ണിനെ കെട്ടിയത്. സ്ത്രീധനം 4 പവൻ കുറച്ച് മതിയെന്ന് പറഞ്ഞെന്തെന്നറിയാ? എന്താ? ആ പൈസ ഇവന് ഹൈദരാബാദിൽ കൊണ്ടുവച്ച് മുടി പിടിപ്പിക്കാന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണ് അവനെ കെട്ടൂല എന്ന് പറഞ്ഞു. ഹൈദരാബാദ് സാധാരണ ആസ്മയ്ക്കുള്ള മീൻ വിഴുങ്ങാനല്ലേ പോണേ? അല്ലടേ, ഹൈദരാബാദിന്റെ ഒരു സൈഡില് മുടി വെച്ച് പിടിക്കുന്ന പരിപാടി ഉണ്ട്. അല്ല, ഇത്ര ഡിമാൻഡ് പിടിക്കാൻ അവൾ ആര്? ഐശ്വര്യ റായി ഒന്നും അല്ലല്ലോ. അവന്റെ സ്വഭാവം നോക്കിയാ പോരെ. പളുങ്കല്ലേ പളുങ്ക്. അതൊന്നും അല്ല, അവനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോഴേ അവന് രകോത പ്രേമം ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞതിന് ശേഷം അവനിങ്ങനെ ആയിപ്പോയി. അതെന്താ അവള് തേച്ച? അവള് തേച്ചതല്ല, അവളെ ഹസ്ബൻഡ് തേച്ചതാണ് കള്ളപ്പാന്നി. അവൻ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് കെട്ടിയെടുത്തു. അതോടെ അത് മൂഞ്ചി പോയി. ഓ, അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോഴേ തുടങ്ങിയല്ലേ? അവന് നല്ല കുടുംബം പെണ്ണ് കൊടുക്കുമായിരുന്നു. അവനവൻ്റെ തന്തയുടെ രൂപമല്ലേ കിട്ടിയിരിക്കുന്നത്. തള്ളേരെ കുടുംബത്തിലായിരുന്നെങ്കിൽ സൂപ്പറായിരിക്കുമായിരുന്നു. എന്നെ കണ്ടില്ലേ? ഡീ സുമതി, വൈകുന്നേരത്തെ കുറച്ച് കുറുമക്കറിയും വീശപ്പൊക്കെ ഇരിപ്പുണ്ട്. ഇത്തിരി എടുത്തുകൊണ്ട് പോവോ? നാളെ കാപ്പിക്ക് എടുക്കാമല്ലോ. ഓ വേണ്ട ചേച്ചി, അവിടെ എല്ലാരും കഴിച്ചു. എന്നാ വേണ്ട. ഓ ആർക്ക് വേണം ഇവരെ ചളിച്ച കുറുമ? എടാ വാ അടച്ചേടാ ചെറുക്ക, ബാക്കിയത്തുള്ള ഈച്ചയും കയറി പോവും. ചേച്ചി കൈ കമത്തി വേ. ഞാൻ അയ്യോ മോളെയല്ല, പൊന്നൂനെയാ. പോയി കിടന്നുറങ്ങടി. അമ്മമ്മ അക്കത്തിക്ക് കയ്യിന്ന് കുത്തുവാങ്ങണ്ടെങ്കിലേ പോയി കിടന്നുറങ്ങ അങ്ങോട്ട്. ഡി വിദ്യേ, ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. മക്കളിങ്ങ് വന്നേ. ഒന്നും വിചാരിക്കല്ലേ സുമേ, അമ്മ കുറച്ച് സ്ട്രിക്റ്റാ. ഓ സാരില്ല ചേച്ചി, എൻ്റെ ഒരു വല്യമ്മ ഇതുപോലായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ്. പാവം ഒരു ദിവസം വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോഴേ
കാല് വഴുതി കിണറ്റിപ്പോയി. എന്നിട്ട് ആരോ തള്ളിയിട്ടെന്നാ പറയുന്നേ. പാവം. അതിനുശേഷം എന്നോട് ഇതുവരെ ആരും സ്ട്രിക്റ്റ് കാണിച്ചിട്ടില്ല. അമ്മ എന്താടി? എന്താ? ഒന്നുമില്ല. കഷ്ടം. മക്കളെ ഒന്ന് അടുക്കളയിലോട്ട് വരണേ. ആ. ഇവ ഒരുത്തൻ. നീ ഒന്ന് സമാധാനപ്പെട്ട് കിടന്ന് ഉറങ്ങ്, അവള് വരും. സുനി ഓ എന്താടാ? എല്ലാം ഓക്കെ അല്ലടാ സുനി? എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. എന്റെ മണിയറ നിന്റെ എന്തൊരു ആവശ്യയുടെ ഔപചാരികമായിട്ട് പറഞ്ഞ മനുഷ്യരല്ലേ. എന്തേലും ആവശ്യം കിളത്തല്ലേ? എടാ 10 രൂപയായി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടാ ഒരു 450 രൂപ വേണം. പയ്യന്മാർക്കേ വെള്ളം വാങ്ങിച്ചു വെച്ചത് നിന്റെ മാമൻ കഥ പറഞ്ഞ് അടിച്ചു തീർക്കും. നീ ഒരു കാര്യം ചെയ്യ്, അമ്മായിരുന്നു ആര് ഞാൻ പറഞ്ഞിക്കാം. എനിക്ക് നല്ല ക്ഷീണം, ഞാൻ ഉറങ്ങട്ടെ. കാണും ഞാനും കല്യാണം കഴിഞ്ഞ 4 ദിവസം ക്ഷീണം ഉണ്ടായിരുന്നു. അത് തന്നെ കഴിഞ്ഞ മാസം നൂല് കിട്ടിയത്. പൊന്നളിയന്മാരെ, ആറ്റുനോറ്റ് ആഗ്രഹിച്ചൊരു പെണ്ണ് കിട്ടിയതാണ്. നിങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് എന്നെ മണിയറയിലേക്ക് അയക്കണം. ആക്രാന്തം കാണിക്കാതെ കരിക്കൽ നീക്കി പോയി ജയിച്ചു വാ. കരിക്കൾ മിച്ചം ഉണ്ടായിരുന്നാ മതിയായിരുന്നു. പാ. ദാ അവനുണ്ട് ഇവിടെ. ചൂടാറ്റിക്കൊണ്ട് പോണേ മോളെ. ചായയിൽ ചൂട് കൂടണ കൊണ്ടാണ് മുടി പൊഴിയണമെന്ന് പറഞ്ഞ് 4 വർഷമായിട്ട് ഗ്യാസ് എടുത്ത് കൊടുക്കാത്ത മോനാണ് അല്ലേ അക്ക? ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ? എന്തിന്? ടേക്ക് ഇറ്റ് ഈസി. ചേച്ചി എന്താടാ? കാറ്ററിങ്ങിൻ്റെ ഒരു 6500 ബാലൻസ് ഉണ്ട്. പിന്നെ ഡെക്കറേഷൻ്റെ ഒരു 3200 ബാലൻസ്. പിന്നെ പാചകക്കാരന് സോപ്പും തോർത്തും വാങ്ങിയത് ഒരു 65 രൂപ. കുടിവെള്ളം 650. ആ നാടെ സോപ്പും തോർത്തും പാചകക്കാരന് കുളിക്കാനാ? പാചകം എന്തായാലും കുളമാവും. ആ കുളത്തിൽ ഇറങ്ങി കുളിക്കാനായിരിക്കും സോപ്പും തോർത്തും. എന്നെക്കാളും എൻ്റെ ഇറക്കം തന്നെ കൊള്ളാം. ശരി, ഞാൻ പൈസ എടുത്തിട്ട് വരാം. നെല്ല് കുടിവെള്ളത്തിന് 200 പറയായിരുന്നു. അതെന്തിന്? നാളെ അവൻ്റെ അത് മേടിച്ചാൽ പോരെ? നാളെ അവൻ ക്ഷീണത്തിലായിരിക്കൂലേ. എടാ ജിത്തു, ഓ ആ സുമതിയൊക്കെ എൻ്റെ വീടിന്റെ സൈഡിലെ ഒരു കെ എന്ന് എഴുതി ചരുവ് ഇരിപ്പുണ്ട്. അതും കൂടെ നാളെ എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടേ വരുമ്പോ കൊണ്ടുവരണേ. അതെന്തോന്നോ മീക്കേ? അത് പിന്നെ അവന്റെ അച്ഛന്റെ പേര് കുമാരനല്ലേ, അതിന്റെ കേയാ. കുൽസിതൻ കുമാരൻ്റെ കെ ആയിരിക്കും. അവന്നെ നാളെ ആ മണ്ഡപത്തിൽ ബാക്കിയെന്ന് കുറച്ച് വിറക് കിടപ്പുണ്ട്, അതും കൂടി എടുക്കണം. പിന്നെ ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് ആ മരത്തിന്റെ ജില്ലയിലെ കടന്നിൽ കൂടി വെച്ചിരിക്കുകയാണ്. ഞാൻ അവൻ്റെ അടുത്ത് കുറേ നാളുകൊണ്ട് പറയുന്നു, നീ അതൊന്ന് സമയം ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കണം. ഇപ്പം ലൈറ്റൊന്നും അഴിക്കണ്ട. അണ്ണന് നിലാവിൻ്റെ ഫീൽ വേണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നൈറ്റിന് അണ്ണൻ്റെ മണിയറയിലോട്ട് 2 ഹാലജൻ കൂടെ തിരികെ വെക്കട്ടാ. എടാ, പാല കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള അല്ല നടക്കാൻ പോണത്. കുറച്ച് റൊമാൻസ് ഫീൽ കിട്ടാൻ, നിലാവിൻ്റെ ഫീല്. എടാ പ്രസാദേ, ആ വടക്കോഴത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യടേ. ഇങ്ങേരുത് എന്തോന്ന്? ഇങ്ങേരല്ലേ നേരത്തെ അല്ലേ ഇടണമെന്ന് പറഞ്ഞു? ഉള്ള ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് അടുത്ത് തളക്കി വയ്ക്കാം. എന്നാ ഉണ്ടാക്കും. സുനിക്ക് വൈബ് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാം. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുനിയുടെ റൂമിൽ ലൈറ്റ് ഒന്ന് ഓഫ് ആയിക്കോട്ടെ. നല്ല മൂട് പാട്ടിങ്ങനെ മുഴങ്ങി കേൾക്കും. പ്രണയത്തിന്റെ അനന്ത നീറ്റുമേൽ സുനി അങ്ങനെ അറാട്ടി നടക്കും. എടാ എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി, നമുക്കതൊന്ന് കത്തിച്ചാലോ? എന്തോന്ന് കത്തിക്കേ? വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടോന്ന്? ചുളുങ്ങിയ നോട്ട് വരെ വെച്ച ബുക്കാണെന്ന് പറഞ്ഞാൽ മാനം കിടും. വേണ്ട. പിന്നെ വായിക്കാറുണ്ടല്ലോ.
വലിക്കാറുണ്ടോ? വലിയോ? ഛേ, അപ്പോ ഇത് അത് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ. നല്ല നിലാവിളിച്ചു അല്ലേ? നല്ല പ്രണയാർദ്രമായ അന്തരീക്ഷം. അതെന്താ ചേട്ടാ? അത് പ്രകൃതി നമുക്കായിരിക്കും പ്രേമോപഹാരം. വാ. മുള്ളാനും പോണ യൗമാരെ ലൈറ്റ് ഓഫ് ആക്കൂല. എന്തോന്നാ അത്? ലൈറ്റ് ആണെങ്കിൽ മൂട് പാട്ടൊക്കെ നിറഞ്ഞില്ലേ? ഇത് എന്താ? എന്താ ലൈറ്റ് എല്ലാം ഓഫായേ? ഡേ ലൈറ്റ് മാത്രമല്ലേ പറഞ്ഞത്, പൂത്തിരി കത്തിക്കാൻ ആരാ പറഞ്ഞത്? പക്ഷെ സംഭവം കൊള്ളാം. സ്വിച്ച് ഇട്ടാ പൂത്തിരി കത്തും. പുതിയതായിരിക്കും അല്ലേ? ഭഗവാനെ, കണക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഷോർട്ടാക്കി വെച്ചതാ. എന്ത്? എന്താണ് സുനിമോനെ? ഒന്നുമില്ല. എടാ എന്താടാ പറ്റിയേ? ഒന്നുമില്ലാന്ന്. ഒന്നുമില്ലാണ്ടോ നീ പിന്നെ കൊണോണാന്ന് വിളിച്ചത്? പിള്ളക്ക് എന്തിനാ? എന്താ പറ്റിയേ? നീങ്ങുവാ. അവനെന്തോട്ടിയാ? വാതിലടക്കി. എന്താ അളിയാ, സോറി അളിയ, ഞങ്ങളെ കടന്ന് കൂടെ തുറന്നു വിട്ടത് എനിക്കറിയാം. നീ ഒന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാരും ഫേസ് ചെയ്തല്ലേ പറ്റും. അത് എടാ, നീ വാ. സോറി. എന്തോ എടാ നീ എങ്കിലും പറയടാ, എന്താ പറ്റിയവന്? എന്താടാ? അതെ, ഒരബദ്ധം പറ്റി. അമ്മ പറഞ്ഞിട്ട് ഞങ്ങളെ കടന്ന് കൂടെ കത്തിച്ചായിരുന്നേ. അപ്പൊ ഏതോ ഒരു കടത്തില് അവന്റെ ഈ കൊട്ടി ആണിരിപ്പുണ്ടെന്ന് തോന്നുന്നു. എന്താ പറ്റിയ അമ്മാവ ശരിക്കും? കടന്നല് കൊട്ടിയതാ. എന്തൊക്കെയായിരുന്നു അവിടെ എന്തോ സംഭവം കേട്ടില്ലേ? കടന്തലാക്രമണം. കുട്ടിയാ? കൊട്ടി. ഓ സാരമില്ല, ഞാനതിനെ പിതുക്കിയെടുത്തോളാം. നീ പിതുക്കിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ ആവാസ വ്യവസ്ഥ വരെ അടിച്ചു പോകും. ഓ അവിടെയാ? മാറടേ എടിയേ, കടന്നല് കൊട്ടിയാ നമ്മള് സാറിന് എന്താ ചെയ്യാ? ചുണ്ണാമ്പേക്കും. നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി, അവർക്കല്പം കാറ്റ് കിട്ടട്ടെ. നീ ഒന്നിറങ്ങി. പാവന്റെ പിള്ള. ഞാനാണെങ്കിൽ കടു ഇങ്ങിടാൻ മറന്നു. അമ്മാവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാളും ആദ്യം സമാധാനത്തിലിരിക്കും. എന്നിട്ട് സാവകാശം ഇലയ്ക്കും അവൻ്റെ ഇളമുറ തമ്പുരാനും കേടില്ലാതെ ആ മുള്ളിങ്ങെടുക്കാം. ഒരു നേഴ്സിംഗ് കെയറാണ് അവനിപ്പോൾ ആവശ്യം. വിശന്നിരിക്കുമ്പോൾ നല്ല ചൂടൻ പൊറോട്ടയും ബീഫും കിട്ടിയിട്ട് അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ പിള്ളയ്ക്ക് ഗതികേട് വന്നല്ലോ. സാരമില്ല, 5-6 ദിവസം കഴിയട്ടെ, എല്ലാം ശരിയാവും. എന്നാ പിന്നെ അമ്മാവൻ ഇറങ്ങട്ടെ.
ആരെങ്കിലും കുന്ത്രാണ്ടൊന്ന് ഓഫ് ചെയ്ത് വെക്കോ? എന്താ ചേടാ മുഴുത്തൊരു വരിക്കച്ചക്ക നിന്നതാണ് അവിടെ. ഇടിവെട്ടേറ്റതാണെന്ന് തോന്നുന്നു, അത് കരിഞ്ഞുപോയി. എന്നാ ചായ? എവിടെ? ഇതാ. എനിക്കില്ലേ മാമി ചായ? ഓ, എല്ലാം ഉണ്ടോ ഇവിടെ? നിന്നോടൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലേടാ കടന്നക്കൂട് കത്തിച്ച് കളയാൻ. അതിപ്പോ കത്തിച്ചിരുന്നെങ്കിൽ എന്റെ ചെറുക്കിന് ഗതി വരുമായിരുന്നോ? വിവരക്കേട് പറയാടി. കടന്നക്കൂട് കലഞ്ഞാലേ അത് ഉപദ്രവിക്കുകയുള്ളൂ. ചെറുക്ക് എണീറ്റോടി? ആ എണീറ്റ്. രണ്ടും കൂടെ റൂമിൽ ഇരിപ്പുണ്ട്, പുറത്തിറങ്ങണില്ല. ജനലിൽ കൂടിയാ ഞാൻ ചായ എടുത്തു കൊടുത്തെ. പാവം പിള്ള. ആണി ഇളകിയോ എന്ത്? നല്ലൊരു വരിക്കപ്ലാവായിരുന്നു അവിടെ നിന്ന്. ഇനി പറഞ്ഞിട്ട് എന്തിരിയേ? ഇനി ചക്കക്കുരുലും കിട്ടൂല. എന്നാലും അത് നീ പറഞ്ഞില്ലേ ഇന്നലെ കത്തിച്ചത് ചക്ക. കടന്നക്കൂടിനൊരു പോറൽ പോലും ഇല്ല. അതിന് അപ്പൊ സുനിയെ കടിച്ചത് എന്തരായിരിക്കും? ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ? എന്തിന്? ടേക്ക് ഇറ്റ് ഈസി.